നമ്മളെല്ലാവരും താമസിക്കുന്നത് വീടുകളിലാണ്. അതുപോലെ ആനിമൽസിനും വീടുകളുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആനിമൽസ് എവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നാണ്. അതിനായി ഞാനിവിടെ ഒരു ലേണിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ആനിമൽസ് ആൻഡ് ദെയർ ഹോംസ്. ഈ ലേണിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കാനായി ആവശ്യമായ സാധനങ്ങൾ: ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം, കത്രിക, ഗം, സ്കെയിൽ, പെൻസിൽ, സ്കെച്ച് പെൻ, മാർക്കർ, A4 ഷീറ്റ് എന്നിവയാണ്. ആദ്യമായി 25 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള കാർഡ്ബോർഡിൻ്റെ കഷ്ണം എടുക്കുക. അതിൻ്റെ പുറകിലായി പശ തേക്കുക. അതിന് മുകളിൽ ഒരു ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഇതിൽ കാണുന്നത് പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ആ കാർഡ്ബോർഡ് ഇങ്ങനെയാണ് കിട്ടുക. അതിനുശേഷം അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 25ൻ്റെ പകുതി 12.5 സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടെ ചാർട്ട് പേപ്പറിൽ വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലായി വരഞ്ഞു കൊടുക്കുക. പിന്നീട് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് നമ്മൾ കട്ടർ ഉപയോഗിച്ച് ഒരു ഭാഗം മാത്രം മുറിച്ചു കൊടുക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ഭാഗം മാത്രമാണ് മുറിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ 2 ഭാഗമായിട്ട് കാണാം. അങ്ങനെ ഒരു ഭാഗത്ത് പശ തേച്ച് കൊടുക്കുക. ആ പശ തേച്ച ഭാഗത്തേക്ക് മറ്റൊരു ഭാഗം എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഈ രൂപത്തിലാണ് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യം A4 ഷീറ്റാണ്. ഒരു A4 ഷീറ്റ് എടുത്ത് അതിനെ പകുതിയായി മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കിയതിന് ശേഷം 7 സെൻറ്റിമീറ്റർ അളവെടുത്ത് അതിനെ നമ്മൾ മുറിക്കുക. അപ്പം നമുക്ക് ഒരു ഓപ്പൺ കാർഡായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് 5 ഓപ്പൺ കാർഡ്സാണ് ആവശ്യം. ഇതേ അളവിൽ 5 ഓപ്പൺ കാർഡ്സാണ് നമുക്ക് ആവശ്യം. നിങ്ങൾക്കിതിൽ കാണാം, ഇതുപോലാണ് നമുക്ക് ഓപ്പൺ കാർഡ് കിട്ടുക. അതിനുശേഷം ഞാൻ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ മാർക്കർ ഉപയോഗിച്ച് മാർജിൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ കാർഡ്സിലും ഞാൻ മാർജിൻ വരഞ്ഞിട്ടുണ്ട്. ഈ മാർജിൻ വരഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലായി ഞാൻ ഓരോ ആനിമൽസിൻ്റെയും ഹോം ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ഷെഡ്, കൂപ്പ്, കാനൽ, സ്റ്റൈ, സ്റ്റേബിൾ എന്നിങ്ങനെ ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലായി ഞാൻ ആനിമൽസിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഈ കാർഡ് എടുത്ത് ഇതിൻ്റെ പുറകിലായി പശ തേച്ച് കൊടുക്കുക. അങ്ങനെ പശ തേച്ച് ഈ കാർഡ്ബോർഡിൻ്റെ മുകളിലായി ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ കാർഡ്സും ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെയാണിത് കിട്ടുക. അതിനുശേഷം ഞാൻ വേറൊരു ചെറിയൊരു ചാർട്ട് പേപ്പർ എടുത്ത് ഇതിൻ്റെ മുകളിലായി ആനിമൽസ് ആൻഡ് ദ ഹോംസ് എന്നെഴുതി അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ആനിമൽസ് ആൻഡ് ദ ഹോംസ് എന്ന ലേണിംഗ് മെറ്റീരിയൽ. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായി കാണിച്ചു തരാം. ആനിമൽസ് ആൻഡ് ദ ഹോംസ്. കൗ lives in shed. Dog lives in kennel. Hen lives in coop. Horse lives in stable. Pig lives in stall. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ലേണിംഗ് മെറ്റീരിയൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നന്ദി, നമസ്കാരം.